കർത്താവു ഞങ്ങൾക്കു സങ്കേതമാണെന്നും ശാശ്വത ദൈവമെന്നും. കർത്താവു ഞങ്ങൾക്കു സങ്കേതമാണെന്നും ശാശ്വത ദൈവമെന്നും. എന്നാൽ ശോഭിക്കും രാവിലെ വാടും പൂവെന്ന പോൽ മായുന്നു മണ്ണിൽ നരൻ. എന്നാൽ ശോഭിക്കും രാവിലെ വാടും പൂവെന്ന പോൽ മായുന്നു മണ്ണിൽ നരൻ. കർത്താവു ഞങ്ങൾക്കു സങ്കേതമാണെന്നും ശാശ്വത ദൈവമെന്നും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ഫിലിപ്പ് ലേഖനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിലേക്ക് ശ്രദ്ധയിത്തിരിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി വിശ്വാസികളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു കാര്യം അവർ കർത്താവിൽ സന്തോഷിക്കണം എന്നാണ്. നമുക്കറിയാം, ഈ ലേഖനത്തിൽ പല പ്രാവശ്യം ഈ കാര്യം നമുക്ക് കാണുന്നുണ്ട്. 3-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. മാത്രമല്ല, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അവരെ ഓർപ്പിക്കുകയാണ്. കർത്താവിൽ എങ്ങനെ നിലനിൽക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ കർത്താവിൽ ഏകചിന്തയോടെ നിലനിൽക്കണം, കർത്താവിൽ സന്തോഷത്തോടെ നിലനിൽക്കണം. ഇവിടെ യുവതിയും സുന്ദരിയും തമ്മിലുള്ള ഭിന്നത നമ്മൾ 2-ാം വാക്യത്തിൽ കാണുകയുണ്ടായി. ആ ഭിന്നതയ്ക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് അവർ കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. കർത്താവിൽ സന്തോഷിക്കുന്നവർക്ക് കർത്താവിൽ ഒരുമിച്ച് നിൽക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, കഷ്ടപ്പെടുകയാണ് ഭാരപ്പെടുന്നവർക്ക് 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിചാരപ്പെടരുത് എന്നൊരു പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവിൽ സന്തോഷിച്ചാൽ നമുക്ക് ഈ വിചാരപ്പെടാതിരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളത് ആകുലചിന്തയെ അതിജീവിക്കുവാനുള്ളതായ ഒരു ദൈവത്തിൻ്റെ കൃപയാണ്. ഇവിടെ എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. 3 കാര്യം. ഒന്ന്, നമ്മുടെ സന്തോഷം കർത്താവിലായിരിക്കണം. 2-ാമത്തെ കാര്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. 3-ാമത്തെ കാര്യം, അത് ആവർത്തിച്ച് പറയുകയാണ്, അതിൻ്റെ പ്രാധാന്യം പറയുകയാണ്. ഇതൊരു കൽപ്പനയാണ്, നാം അനുസരിക്കേണ്ട കൽപ്പനയാണ്. കർത്താവിൽ സന്തോഷിച്ച് ജീവിക്കുക എന്നുള്ളത് കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. 2 നിലയുള്ള സന്തോഷമുണ്ട്. ഒന്ന്, ലോകം തരുന്ന സന്തോഷം. എന്നാൽ അത് താൽക്കാലികമാണ്, അത് നിലനിൽക്കുന്നതല്ല. അത് കാണുന്ന വസ്തുക്കളിലുള്ള സന്തോഷമാണ്. നമുക്കറിയാം, കാണുന്നതൊക്കെ താൽക്കാലികമാണ്. മാത്രമല്ല, പലപ്പോഴും ലോകം തരുന്ന സന്തോഷം അത് ജഡത്തിൻ്റെയും ലൗകികമായ പിശാച് വാഴുന്ന ഒരു ലോകത്തിൻ്റെയും പാപത്തിൻ്റെയൊക്കെ ഇമ്പങ്ങളിലുള്ള സന്തോഷമാണ്. അതല്ല ദൈവമക്കൾ അങ്ങനെ സന്തോഷിക്കാൻ. ആ സന്തോഷം അവസാനം ദുഃഖം ആയിത്തീരും എന്നുള്ളതാണ്. എന്നാൽ ദൈവമക്കളുടെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നത് അത് സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ളതല്ല. ഈ ലോകത്തിലെ സന്തോഷം അത് സാഹചര്യങ്ങൾക്കുള്ളതാണ്. ഹാപ്പിനെസ് ബേസ്ഡ് ഓൺ ഹാപ്പനിങ്സ് എന്ന് പറയാറുണ്ട്. ആ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സന്തോഷിക്കുന്നു. നല്ല സംഭവങ്ങൾ സന്തോഷിക്കുന്നു, മോശം സംഭവങ്ങളിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. കർത്താവിലുള്ള സന്തോഷം കർത്താവിനെ കുറിച്ചുള്ള ചിന്തകളിൽ ഉണ്ടാകുന്ന സന്തോഷമാണ്. കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം
കർത്താവ് ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നു. അഥവാ കർത്താവിനെ കുറിച്ച് ഉള്ള ചിന്ത നമ്മെ സന്തോഷത്തിലേക്ക് നയിക്കണം. എന്താണ് കർത്താവിനെ കുറിച്ച് ചിന്തി? ഇന്നലെ കർത്താവ് എന്ത് ചെയ്തു, ഇന്ന് കർത്താവ് എന്ത് ചെയ്യുന്നു, നാളെ കർത്താവ് എന്ത് ചെയ്യും എന്നുള്ളത് ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, കർത്താവ് മാറാത്തവനാണ്. എബ്രായർ 13:8 നമുക്കറിയാമല്ലോ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യൻ. ആ കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം എന്നുള്ളത്. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനുമാണ്. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനായി, നമ്മെ സംരക്ഷിക്കുന്നവനായി, നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പ്രസവാനം ചെയ്യുന്നവനായിട്ട് ഇന്ന് ജീവിക്കുന്നു. അത് നമുക്ക് വേണ്ടി നമുക്ക് സന്തോഷം നൽകുന്ന വസ്തുതയാണ്. മാത്രമല്ല, ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയും. കാരണം നമ്മുടെ കർത്താവ് ഇപ്പോഴും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രസവാനം ചെയ്യുന്നു. മാത്രമല്ല, ഭാവിയിൽ നാം ഇതിൻ്റെ 3-ാം അധ്യായത്തിൽ കണ്ടതുപോലെ എല്ലാം ക്രമപ്പെടുത്തുവാൻ കഴിയുന്ന കർത്താവ് തൻ്റെ വ്യാപാര ശക്തിയുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയും. നാം ബൈബിളിലുടനീളം ഈ കാര്യം കാണുന്നുണ്ട്. ആവർത്തനം 26:11 ദൈവം ഇസ്രായേലിനോട് പറയുന്നുണ്ട്, നീയും നിന്റെ കുടുംബവും അതുപോലെ നിന്റെ ദേശത്തുള്ള പരദേശിയും ലേവ്യനും എല്ലാം നിനക്കുള്ളിൽ സന്തോഷിക്കണം എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 വൃത്താന്തം 41 വരുമ്പോൾ ഭക്തന്മാർ നന്മയിൽ സന്തോഷിക്കട്ടെ എന്നവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സങ്കീർത്തനം 9:14 രക്ഷയിൽ സന്തോഷിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 31:7 ദാവീദ് പറയുന്നത് അവിടുത്തെ ദയയിൽ സന്തോഷിക്കുന്നു എന്നാണ്. 89:14 വരുമ്പോൾ അവൻ്റെ നാമത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്നു എന്നാണ്. 119:162 വരുമ്പോൾ വലിയ കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ കർത്താവിൻ്റെ വനത്തിൽ സന്തോഷിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. യെശയ്യാവ് 65:18 വരുമ്പോൾ ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്ന ആ സൃഷ്ടിയിൽ സന്തോഷിക്കണം എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ യിരെമ്യാവ് 31 വരുമ്പോൾ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യഹോവ യാക്കോബിനെ വീണ്ടെടുത്തു, അവനെ ബലവാനായവൻ്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. അവർ വന്ന് സിയോനിൽ മുകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കുന്ന സന്തോഷിക്കുന്ന എന്തൊക്കെ കൊണ്ടാണ്? ദൈവം അവർക്ക് നൽകിയ ധാന്യം, വീഞ്ഞ, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെ യഹോവയുടെ നന്മയിൽ അവർ സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് ഒരു പ്രവചനം കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. പ്രത്യാശ നാം പ്രശംസിക്കുന്നു, പ്രത്യാശയിൽ നാം സന്തോഷിക്കുന്നു. നമുക്കറിയാം, സന്തോഷിക്കുവാനായിട്ട് കഴിയുന്ന അനേക കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ ജനത്തോട് നെഹമ്യാവിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയുടെ സന്തോഷം നിങ്ങളുടെ ബലമാണ് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സന്തോഷമാണ് ദൈവജനത്തിൻ്റെ ബലം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസിന്റെ ജീവിതം നാം പഠിച്ചാൽ ഇവിടെ പൗലോസ് ഈ 4 അധ്യായങ്ങളിലും സന്തോഷിക്കുന്ന കാണാൻ സാധിക്കും. 1:4 താൻ പ്രാർത്ഥനയിൽ സന്തോഷിക്കുന്നു. 1:18 കർത്താവിനെ പ്രസംഗിക്കുന്നതിൽ സന്തോഷിക്കുന്നു. 2:2 വിശ്വാസികൾ പറയുകയാണ്, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് തൻ്റെ സന്തോഷം പൂർണ്ണമാക്കുക. 2:16 വരുമ്പോൾ തൻ്റെ ഓട്ടം അധ്വാനമൊന്നും വെറുതെ ആകാത്തതിൽ താൻ സന്തോഷിക്കുന്നു. 3:1 വരുമ്പോൾ പൗലോസ് അവർക്ക് ഒടുവിലേക്ക് വരികയാണ്. വിടവാങ്ങൽ സന്ദേശത്തിലും സന്തോഷിക്കുവാൻ ആവശ്യമാണ്. 3-ാമത്തെ വാക്യത്തിലേക്ക് വരും 3:3 പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്കത് ഉറപ്പാണ്, നിങ്ങൾ സന്തോഷിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് അവര് സന്തോഷിക്കും. 4:1 വരുമ്പോൾ അവിടെയുള്ള ദൈവമക്കൾ അവർ പൗലോസിന്റെ സന്തോഷമാണ് എന്ന് പറയും. അങ്ങനെ പൗലോസ് ഇപ്പോൾ കാരാഗ്രഹത്തിലാണെങ്കിലും സന്തോഷിക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഫാനി ജെ ക്രോസ്ബി എന്ന് പറയുന്ന 6 വയസ്സിൽ അന്ധയായി തീർന്ന ആ വനിത തൻ്റെ 92-ാമത്തെ ബർത്ത്ഡേയിൽ അവരിങ്ങനെയാണ് പറഞ്ഞത്,
If in all the world you can find a happier person, then do bring to me. I should like to give a shake hand. അവരിങ്ങനെയാണ് പറഞ്ഞത്, ഈ ലോകത്തിൽ ഏറ്റവും എന്നെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരിക, ഞാൻ ആ വ്യക്തിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ 92-ാമത്തെ വയസ്സിലും അന്ധയായിരിക്കുന്ന ആ സ്ത്രീയെ കർത്താവിൽ സന്തോഷിക്കുകയാണ്. ഏറ്റവും അധികം സന്തോഷവതിയായി താൻ ഈ ലോകത്തിൽ കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവിൽ സന്തോഷിക്കാം. കാണുന്നതൊക്കെ താൽക്കാലികം, കാണാത്ത കർത്താവിൽ നിലനിൽക്കുന്നതിൽ അവിടുത്തെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.